ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുട്ടികളുടെ അവകാശങ്ങളും അവരോടുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്വവും കൃത്യമായി ഭരണഘടനയിൽ നിർവചിച്ചിരിക്കുമ്പോഴും അവ നിർബാധം ലംഘിക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചെങ്കിലും അവ ഏതാണ്ട് നിർജീവമാണ്. ജാഗ്രതാ സമിതിയുടെ യോഗത്തിൽ പങ്കെടുക്കാത്ത അംഗങ്ങളെ നീക്കം ചെയ്യുമെന്ന മന്ത്രിയുടെ പ്രസ്താവന നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രധാന വാർത്തകളിലേക്ക്. അനാഥാലയങ്ങളിൽ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് അനധികൃതമായി വിദേശ ഫണ്ട് വാങ്ങുന്നത് ഗൌരവമായി കാണുമെന്ന് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. കുട്ടികളുടെ അവകാശങ്ങൾ ഓർമ്മപ്പെടുത്തി കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കായി ശില്പശാല. ക്ഷീര കർഷക സംഗമത്തിന് കോഴിക്കോട് പാലാഴി തുടക്കമായി. വാർത്തകൾ വിശദമായി. യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുത്തില്ലെങ്കിൽ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് രൂപവൽക്കരിച്ച ജാഗ്രതാ സമിതിയിലെ അംഗങ്ങളെ പിരിച്ചുവിടുമെന്ന് പഞ്ചായത്ത് സാമൂഹിക ക്ഷേമ മന്ത്രി ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്കായി പഞ്ചായത്ത് രാജ് നിയമം ഉടൻ ഭേദഗതി ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്കായി കോഴിക്കോട് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എം കെ മുനീർ. ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രാജ്യമാണ് ഇന്ത്യ. കേരളത്തിലാവട്ടെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം 1 കോടിയോളം വരും. സാക്ഷരതയിൽ ഏറെ മുന്നിലാണെങ്കിലും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാനം ഒട്ടും പിറകിലല്ലെന്ന് ഡോക്ടർ എം കെ മുനീർ സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ 56% കുട്ടികൾ ഒന്നോ അതിലധികമോ തവണ ശാരീരികാതിക്രമങ്ങൾക്കിരയായതായി കേന്ദ്ര ശിശുവികസന മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപവൽക്കരിച്ചത്. ഇവയ്ക്ക് നിയമസാധുത നൽകുന്ന ഭേദഗതി ഉടൻ കൊണ്ടുവരും. അതേസമയം ജാഗ്രതാ സമിതികളിൽ പങ്കെടുക്കാത്ത അംഗങ്ങളെ അയോഗ്യരാക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ചു വരികയാണെന്നും മന്ത്രി എം കെ മുനീർ പറഞ്ഞു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കോഴിക്കോട് പാരമൗണ്ട് ടവർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുണൈറ്റഡ് നേഷൻസ് അവർ ധാരാളം കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിച്ചു. ധാരാളം പ്രസ്ഥാനങ്ങളുണ്ടായി, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടായി. ഇതെല്ലാം ഉണ്ടായെങ്കിലും എന്താണ് അവരുടെ അവകാശങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോഴും പ്രത്യേകമായ യാതൊരു ധാരണയില്ല. അപ്പോൾ ചൈൽഡ് ലേബർ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നു. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. എം കെ രാഘവൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി. സബ് ജഡ്ജ് ആർ എൽ ബൈജു, സി ചന്ദ്രബാബു, ബാബു നരിക്കുനി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട് ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ കൃഷ്ണൻ നമ്പൂതിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ലാൻഡ് റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ 13ാമത് ജില്ലാ സമ്മേളനമാണ് കോഴിക്കോട് ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചത്. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ കൃഷ്ണൻ നമ്പൂതിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് റവന്യൂ വകുപ്പ് എന്ത് സംഭവിക്കുന്നു, റവന്യൂ വകുപ്പ് എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം, ജീവനക്കാരെ അത് ബോധവാന്മാരാക്കിക്കൊണ്ട് ഈ സംഘത്തെ മുന്നോട്ട് നയിക്കണമെന്നുള്ള ഒരു നിശ്ചയത്തിന്റെ ബലത്തിലാണ് ഞങ്ങൾ ആ ഐക്യ സന്ദേശ യാത്ര നടത്തുന്നത്. അന്ന് ആ ഐക്യ സന്ദേശ യാത്രയിൽ ഉന്നയിച്ച എല്ലാ ഡിമാൻഡുകളും ആ ഡിമാൻഡുകളെല്ലാം
ആ ഡിമാൻഡുകളിൽ സർക്കാർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പിന്നീടുള്ള കാലഘട്ടത്തിന് അതിനുശേഷം ഉണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം സർക്കാർ അതിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പി വേണുഗോപാലൻ, പി കെ ഏലിയാസ്, ടി വി വിജയൻ, എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സർവീസ് ചട്ടപ്രകാരം ആശ്രിത നിയമനം എൻട്രി കേഡറിലായിരിക്കണമെന്ന നിയമത്തിനെതിരായി വേണ്ടപ്പെട്ടവരെ ഡെപ്യൂട്ടി തഹസിൽദാർ തസ്തികയിലേക്ക് തിരികെ കയറ്റുന്നതിന് സർക്കാർ തലത്തിൽ നടക്കുന്ന ശ്രമം ജീവനക്കാരുടെ നിലവിലുള്ള പ്രമോഷൻ സാധ്യതകളെ തകർക്കുകയാണെന്നും ഇത് ഗൌരവത്തോടെ കാണേണ്ടതാണെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. അനാഥാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വിദേശ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. അതേസമയം കുട്ടികളുടെ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് അനധികൃതമായി വിദേശ ഫണ്ട് വാങ്ങുന്നത് ഗൌരവമായി കാണുമെന്ന് മന്ത്രി പറഞ്ഞു. ഒന്ന്, മെയിൻ്റനൻസിന് വേണ്ടി വിദേശ ഫണ്ട് ചില ഓർഫനേജുകൾ വാങ്ങുന്നുണ്ട്. അത് അലവബിൾ ആണ്. കാരണം അവർക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനും മറ്റുമായി വിദേശ ഫണ്ട് അവർ വാങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അത് അവർക്ക് വാങ്ങുകയും അവരുടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശവും അവർക്കുണ്ട്. പക്ഷേ അതേസമയം കുട്ടിയുടെ പേര് വാങ്ങി കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വിദേശ ഫണ്ട് വാങ്ങുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടിക്കുള്ള ഗ്രാൻഡും വാങ്ങുകയാണെങ്കിൽ അത് മിസ്അപ്രോപ്രിയേഷനാണ്. അത്തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ ഗൗരവമായി കാണും. ആംഗലേയ ഭാഷയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരു വേറിട്ട ആംഗലേയ ശില്പശാല കുണ്ടുങ്ങൽ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് അധ്യാപകർക്കും കുട്ടികൾക്കുമായി ഇംഗ്ലീഷ് ഭാഷ മധുരമാക്കാൻ ഒരു ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചത്. ആംഗലേയ ഭാഷ ഇന്ന് നമ്മുടെയെല്ലാം ജീവിതത്തെ മാറ്റിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് അറിയാത്തവൻ ഇന്ന് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥ. ഈ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് മാതാപിതാക്കൾ സ്വന്തം കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളുടെ അങ്കണത്തെത്തിക്കുന്നത്. എന്നാൽ ഇതുതന്നെയാണ് ഒരു സർക്കാർ സ്കൂളിനെ താഴിട്ടു പൂട്ടുന്നതും. നാട്ടിൻപുറത്തെ മിക്ക സർക്കാർ സ്കൂളുകളും കുട്ടികളുടെ കുറവ് കാരണം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അക്കാദമിക നിലവാരം ഇല്ല എന്ന കാരണത്താലാണ് മിക്ക സർക്കാർ വിദ്യാലയങ്ങളും സമൂഹത്തിൽ നിന്നും പിന്തള്ളപ്പെടുന്നത്. ഇത് കണക്കിലെടുത്ത് എല്ലാ സർക്കാർ സ്കൂളുകളിലും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുകയും അധ്യാപകരുടെയും PTA-യുടെയും നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു വേറിട്ട പ്രവർത്തനത്തിനാണ് കുണ്ടുങ്ങൽ UP സ്കൂൾ നേതൃത്വം നൽകിയത്. അധ്യാപകർക്കും കുട്ടികൾക്കും ആംഗലേയ ഭാഷയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരു ശില്പശാല ഒരുക്കിക്കൊണ്ട് കോഴിക്കോട് മാവൂർ റോഡിൽ പ്രവർത്തിക്കുന്ന NGO സ്ഥാപനമായ കെന്നുമായി സഹകരിച്ചുകൊണ്ടാണ് സ്കൂളിലെ PTA-യുടെ നേതൃത്വത്തിൽ അധ്യാപകർക്കും കുട്ടികൾക്കും ദ്വിദിന ഇംഗ്ലീഷ് ശില്പശാല വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത്. പൊതുവിദ്യാലയങ്ങളിൽ അക്കാദമിക നിലവാരം മോശമാണ് എന്ന സമൂഹത്തിന്റെ ധാരണ മാറ്റാനും സർക്കാർ സ്കൂളുകളിൽ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാനുമാണ് ഇത്തരമൊരു ശില്പശാലയ്ക്ക് പ്രചോദനമായതെന്ന് കുണ്ടുങ്ങൽ UP സ്കൂൾ പ്രധാനാധ്യാപകൻ സതീഷ് പറയുന്നു. പൊതുവിദ്യാലയങ്ങളിൽ അക്കാഡമിക് നിലവാരം മോശമാണ് എന്ന ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ട്. എന്നാൽ ഇന്ന് പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മികവിന്റെ കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ പ്രദേശത്തെ വിദ്യാലയം എന്ന് ഈ ഭാഗത്തെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. കെൻ ഫാക്കൽറ്റി ജോയ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് അധ്യാപകർക്ക് ക്ലാസുകൾ നടന്നത്. ആംഗലേയ ഭാഷയിലെ പ്രാഥമിക കാര്യങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ആത്മവിശ്വാസം നൽകുന്നതുമായ കാര്യങ്ങളാണ് ശില്പശാലയിൽ നടന്നത്. തുടർന്ന് LP UP വിദ്യാർത്ഥികൾക്ക് കളികളിലൂടെയും പാട്ടുകളിലൂടെയുമായിരുന്നു ഇംഗ്ലീഷിനെ പരിചയപ്പെടുത്തിയത്. UP-യിൽ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപിക ചിത്തു തിമോത്തിയുടെ നേതൃത്വത്തിലും LP-യിൽ ഡയറ്റ് ഫാക്കൽറ്റി KS വേലായുധൻ, ജമുന ദേവി എന്നിവരുടെ മേൽനോട്ടത്തിലുമാണ് ക്ലാസുകൾ നടന്നത്. ഇന്ന് നാളെ എന്ന് കരുതി അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സർക്കാർ വിദ്യാലയങ്ങളെ പിടിച്ചുയർത്താൻ ശ്രമിക്കുന്ന അധ്യാപകരുടെ ഇത്തരം പ്രവർത്തനം കണ്ടിൽ നിന്നടിക്കരുത്. സർക്കാർ വിദ്യാലയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് മധുരമാണ്. കുട്ടികളില്ലെങ്കിൽ അടച്ചുപൂട്ടുക എന്ന മാർഗം മാത്രം സ്വീകരിക്കാതെ ആ വിദ്യാലയത്തെ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് അധികൃതർ ശ്രമിക്കേണ്ടത്. കേരള ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്റ്റേറ്റ് എക്സലന്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ടൗൺ ഹാളിൽ MK രാഘവൻ MP അവാർഡ് ജേതാക്കൾക്ക് സമ്മാനിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ വിശിഷ്ടാതിഥിയായിരുന്നു. കേരള ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ 3ാമത് സ്റ്റേറ്റ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ MK രാഘവൻ MP അവാർഡുകൾ സമ്മാനിച്ചു. മുൻ മന്ത്രി M കമലം, ന്യൂസ് കേരള പത്രാധിപർ നിസാർ ഒളവണ്ണ, സിനി ആർട്ടിസ്റ്റ് ഹസൻ കോയ, രാജീവ് മാസ്റ്റർ പേരാമ്പ്ര, മീൻചന്ത എലൈറ്റ് എൻട്രൻസ് കോച്ചിംഗ് സെന്റർ എന്നിവർക്കാണ് കേസ് അവാർഡുകൾ സമ്മാനിച്ചത്.
ചടങ്ങിൽ ജേതാക്കൾക്ക് പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. കേസിന്റെ സിൽവർ ജൂബിലിയുടെ ഉദ്ഘാടനവും റാങ്ക് ജേതാക്കൾക്കുള്ള അവാർഡ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനവും MP നിർവഹിച്ചു. സമൂഹത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലഘട്ടമാണെങ്കിൽ പോലും ഇവിടെ ഓരോ ദിവസവും വാർത്തകളിൽ കാണുന്ന ഒരുപാട് അപജയങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കേരളം സാക്ഷരതയുടെ മുമ്പിലാണ്, സംസ്കാരത്തിന് മുമ്പിലാണ്, വിദ്യാഭ്യാസത്തിന് മുമ്പിലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ സംസ്കാരവും സാക്ഷരതയും വിദ്യാഭ്യാസമുള്ള മലയാളികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വാർത്തകളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, വേർതിരിക്കാൻ കഴിയുന്നു. അത് മലയാളികൾക്ക് അപമാനമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേസ് ഡയറക്ടർ മുല്ലവിട്ടിൽ അബ്ദുൽ നാസർ അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. മുസ്തഫ ഹംസ പയ്യന്നൂർ, A ഷിയാലി, സുഹാസിനി, PP ഫിറോസ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. ഓരോ യഥാർത്ഥ പട്ടിന് പിന്നിലും ഒരു കഥയുണ്ട്. അവ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഏത് കോണിലും ചെന്നെത്തുന്ന ഒരു വ്യക്തിയുമുണ്ട്. അദ്ദേഹത്തിന് കരുത്തേകുവാൻ ഒട്ടേറെ നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരുണ്ട്. ഓരോ പട്ടും അനശ്വരമാക്കുവാൻ പരമ്പരാഗത കലാകാരന്മാരുണ്ട്. ആ പട്ടിനൊരു പേരുണ്ട്, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമം ക്ഷീരമേഖലയിൽ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ക്ഷീരവികസന വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ PM വാസുദേവൻ ക്ലാസ് എടുത്തു. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമം ക്ഷീരമേഖലയിൽ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം P രാമകൃഷ്ണന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി നടന്നത്. സെമിനാറിൽ പാൽ സംരക്ഷണ വിതരണം, വെല്ലുവിളികളും പ്രായോഗിക സമീപനങ്ങളും എന്ന വിഷയത്തിൽ ക്ഷീരവികസന വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ PM വാസുദേവൻ ക്ലാസ് എടുത്തു. അത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കർഷകർക്ക് നമുക്ക് നല്ല രീതിയിലുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാല് പ്രധാനമായിട്ട് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് അത് സംഭരണത്തിൽ കലക്ട് ചെയ്ത് മിൽമ അല്ലെങ്കിൽ ഡയറിയിലെത്തി അവിടെ പ്രോസസ് ചെയ്ത് കർഷകരിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡയറി അല്ലെങ്കിൽ ഡയറി സെക്ടറിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം മുതൽ തന്നെ ഇപ്പോൾ എന്തിനാണ് ഈ FSSAI ആക്ട് ഒക്കെ നമ്മൾ നിലവിൽ വരുത്തുന്നത്?
അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ. പാല് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിവാദി വർഷം പാലാണ്. നല്ല ഗുണനിലവാരമുള്ള പാല് കർഷകർ ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അത് പ്രോസസ് ചെയ്ത് ഉപഭോക്താക്കളിലേക്ക് എത്തിച്ച് നല്ല ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ അത് ഉപഭോഗിക്കുന്ന അല്ലെങ്കിൽ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റംല പുത്തലത്ത്, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാജേന്ദ്രൻ ചോലക്കൽ, പി.വി. മാധവൻ, പി.സി. ആനി, പി. ശ്രീനിവാസൻ, പി.കെ. രാജേന്ദ്രൻ, ജോഷി ജോസഫ് എന്നിവർ സംബന്ധിച്ചു. കള്ളക്കേസുകൾക്കും നീതി നിഷേധങ്ങൾക്കുമെതിരെ സാമൂഹിക നീതി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന കൺവീനർ എം.എ. ഇബ്രാഹിം റാവുത്തറിന്റെ അധ്യക്ഷതയിലായിരുന്നു കൂട്ടായ്മ നടന്നത്. സാമൂഹ്യനീതി സംരക്ഷണ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന കള്ളക്കേസുകൾക്കും മറ്റു നീതി നിഷേധങ്ങൾക്കുമെതിരെ സംസ്ഥാനതല ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ശിക്ഷക് സദനിൽ സാമൂഹ്യനീതി ഏകോപന സമിതി സംസ്ഥാന കൺവീനർ എം.എ. ഇബ്രാഹിം റാവുത്തറിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഒരു തെളിവുകളുമില്ലാതെ ആരെയും പ്രതിയാക്കാമെന്ന സ്ത്രീ സംരക്ഷണ നിയമം ദുരുപയോഗപ്പെടുത്തുന്നതിനെതിരെയും കുടുംബ കോടതികളിൽ പുരുഷന്മാരോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയും കൂട്ടായ പ്രചാരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും സാധാരണക്കാർക്ക് നീതി ഉറപ്പുവരുത്താനും ശ്രമിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പി.എം. രാജേന്ദ്രൻ, പ്രേമാനന്ദൻ മങ്കട, സീതി ഹാജി, സന്തോഷ് കുമാർ, പി.എം. മുഹമ്മദ്, അൻവർ പുളിക്കൽ, അഹമ്മദ് എന്നിവർ സംസാരിച്ചു. കാലോചിതമായ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടും അന്യായമായി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടും ശാസ്താപുരി ഹോട്ടൽ ജീവനക്കാർ സമരത്തിൽ. CITUവിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ സമരം ആരംഭിച്ചത്. 2013 മാർച്ച് 31 അവസാനിച്ച ശമ്പള കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 4 മാസമായി തൊഴിലാളികൾ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവുമില്ലാത്ത സാഹചര്യത്തിൽ ലേബർ ഓഫീസർ ഇടപെട്ട് ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും തൊഴിലാളി പ്രതിനിധികൾ മാത്രമാണ് ഹാജരായത്. 60% ശമ്പള വർധനവാണ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ 20% വർധനവ് മാത്രമേ നൽകൂ എന്ന നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. ഇതിനിടെ അന്യായമായി 2 തൊഴിലാളികളെ പിരിച്ചുവിട്ടതായും നേതാക്കൾ പറഞ്ഞു. പ്രശ്നം ഉടൻ ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സൂചനാ പണിമുടക്കം നടത്തിയത്. ശമ്പള വർധനവും തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. സമരസമിതി കൺവീനർ കെ. രാമകൃഷ്ണൻ, എം. ബാബുരാജ്, ദേവരാജൻ, സുമിത് എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. വിപണന കേന്ദ്രങ്ങളുടെ ആധുനികവൽക്കരണത്തിലൂടെ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറിവരികയാണെന്ന് നഗരാസൂത്രണ മന്ത്രി മഞ്ഞളാം കുഴിയാലി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഓണം മേളയുടെ ഭാഗമായി പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഓണം മേള 2014ന്റെ ഭാഗമായി പുതുതായി വിപണിയിലിറക്കുന്ന യങ് ഇന്ത്യ റെഡിമെയ്ഡ് ഷർട്ടിന്റെയും ബോർഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന നൂതന സംരംഭമായ മുജുകുന്ന് സ്റ്റുഡിയോ പോട്ടറി യൂണിറ്റിലെ ആർട്ടും ക്രാഫ്റ്റും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും വിപണിയിലിറക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരാസൂത്രണ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി നിർവഹിച്ചു. ചെറുട്ട് റോഡിലെ ഖാദി ഗ്രാമ സൗഭാഗ്യ AC ഷോറൂമിൽ വെച്ചാണ് പരിപാടി നടന്നത്. വിപണന കേന്ദ്രങ്ങളുടെ ആധുനികവൽക്കരണത്തിലൂടെ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുണമേന്മയും വിലക്കുറവും ഏവരെയും ഖാദിയിലേക്ക് ആകർഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സംശയമില്ല, ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ കുറച്ചുകൂടി ഒരു വ്യത്യാസം നമ്മളിൽ ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. അറേഞ്ച് ചെയ്തതും വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നല്ല അടുക്കും ചിറ്റയോടുകൂടി കാണുമ്പോൾ തന്നെ. ഖാദി ബോർഡ് മെമ്പർ വി. ബാബുരാജ് അധ്യക്ഷനായിരുന്നു. ഖാദി ബോർഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ TV സുരേഷ് കുമാർ, പ്രൊജക്ട് ഓഫീസർ CK അനിൽകുമാർ, KT ദിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങിയ തരത്തിൽ ഖാദി കോട്ടൺ തുണി കൊണ്ട് നിർമ്മിച്ച റെഡിമെയ്ഡ് ഷർട്ടുകൾ, ഖാദി സാരികൾ, മറ്റ് ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ ഖാദി ഷോറൂമുകളിൽ ലഭ്യമാണ്. കൂടാതെ വൈവിധ്യമാർന്ന ചൂരൽ ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓണം പ്രമാണിച്ച് 30% ഗവൺമെന്റ് റിബേറ്റും ആകർഷകമായ സമ്മാന പദ്ധതിയും ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI മതേതര മഹാസംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് കടപ്പുറത്ത് ചേർന്ന സംഗമം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു.
ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യമുയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി മതേതര മഹാസംഗമം സംഘടിപ്പിച്ചു. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളോടുള്ള സമര പ്രഖ്യാപനമായാണ് സംഗമം നടന്നത്. നാടിനെ തകർക്കുന്ന നവലിബറൽ നയങ്ങൾക്കെതിരെയും കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയും എതിരായ താക്കീതായി മഹാസംഗമം മാറി. സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യുവജനങ്ങളുടെ പങ്കാളിത്തം പരിപാടിയിലുണ്ടായിരുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബിബി കോഴിക്കോട് നടന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. CIT സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. രാജ്യത്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ അധികാരം ലഭിച്ചിരിക്കുകയാണെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി PP റഫീഖ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കിണാശ്ശേരിയിൽ സംഘടിപ്പിച്ച ഫ്രീഡം മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഫ്രീഡം മീറ്റ് കിണാശ്ശേരിയിലാണ് നടന്നത്. പോപ്പുലർ ഫ്രണ്ട് ഡിവിഷൻ പ്രസിഡന്റ് K ഷമീറിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി നടന്നത്. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി PP റഫീഖ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. രാജ്യത്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചിരിക്കുകയാണെന്നും നേരത്തെ ബ്രിട്ടീഷുകാരാണ് രാജ്യം അധിനിവേശത്തിന് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ വിദേശ കുത്തകകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 60% വോട്ട് ചെയ്ത 60% ആളുകളുടെയും വോട്ട് ആർക്കാ വീണിട്ടുള്ളത്? മതേതര കക്ഷികൾക്കാണ്. പക്ഷേ ആ മതേതര കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ ഏകോപിപ്പിക്കാനും മതേതര പാർട്ടികളെ ഏകോപിപ്പിച്ചുകൊണ്ടുകൊണ്ട് ഒരു പോയിന്റിലേക്ക്, ഒരു ചിഹ്നത്തിലേക്ക് വോട്ട് വരുത്താനും മതേതര കക്ഷികൾ ശ്രമിക്കാത്തതിന്റെ ഫലമായിരുന്നു BJP അധികാരത്തിലേറിയത്. ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനി AS നാരായണൻ പിള്ളയെ ആദരിച്ചു. FTPA സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മനോജ് കുമാർ, NWF സംസ്ഥാന സമിതി അംഗം ലതിസ അസീസ്, FTPA ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ കൊമേരി, ഡിവിഷൻ സെക്രട്ടറി KK അബ്ദുൽ കബീർ, ഫായിസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. വാർത്തയിൽ ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. പുതുതലമുറയ്ക്ക് ദേശീയ ബോധവും ദേശസ്നേഹവും വളർത്താനും ലഹരിക്കെതിരെ ഗാന്ധിയൻ ആദർശം കൊണ്ട് പോരാടാനും പഠിപ്പിച്ചുകൊണ്ട് ഒരു ഹാർമോണിയം ചിത്രം ഭാഗ്യലക്ഷ്മി മൂവീസിന്റെ ബാനറിൽ വേലായുധൻ കാക്കൂർ നിർമ്മിച്ച കുട്ടികളുടെ ചലച്ചിത്രമായ ഹാർമോണിയം ഗാന്ധിഗ്രഹത്തിൽ പ്രദർശിപ്പിച്ചു. ഭാഗ്യലക്ഷ്മി മൂവീസിന്റെ ബാനറിൽ വേലായുധൻ കാക്കൂർ നിർമ്മിച്ച കുട്ടികളുടെ ചിത്രമാണ് ഹാർമോണിയം. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ദേശീയ ബോധവും ദേശസ്നേഹവും വളർത്താനും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന മദ്യം മയക്കുമരുന്നിന്റെ ഉപയോഗം ഗാന്ധിയം ആദർശം കൊണ്ട് നേരിടുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. ചന്തു എന്ന അനാഥ ബാലനിലൂടെയാണ് ഇതിന്റെ കഥ പുരോഗമിക്കുന്നത്. അനാഥത്വം കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന കുട്ടികളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്നും ഈ ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു. സിനിമ, നാടകരംഗത്തെ പ്രഗത്ഭരും ഒരു കൂട്ടം അധ്യാപകരും 10ഓളം സ്കൂളുകളിലെ ഏതാനും കുട്ടികളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. നന്ദൻ കാക്കൂരിന്റെ സംഗീത സംവിധാനത്തിൽ ശ്രീറാം ആലപിച്ച ഗാനങ്ങളും മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരു നല്ല കവിതയും ചിത്രത്തിനെ ശ്രദ്ധേയമാക്കുന്നു. ഗാനരചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നവാഗതനായ ജയൻ രാഘവനാണ്. ഛായാഗ്രഹണം അർഷാദും എഡിറ്റിംഗ് ഷലീൽ ലാലും കലാസംവിധാനം രവി കുന്നമംഗലവും നിർവഹിച്ചു. മേക്കപ്പ് കൃഷ്ണൻകുട്ടി കാക്കൂരാണ് ചെയ്തിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുൻപിൽ ഗാന്ധിഗ്രഹത്തിൽ വെച്ച് ഹാർമോണിയത്തിന്റെ ആദ്യ പ്രദർശനം നടന്നു. പ്രൊഫസർ പ്രിയദർശൻ ചിന്താൽ, വിൽസൺ സാമുവൽ, T സുധാകരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോഴിക്കോട് ജനിച്ചു വളർന്നവരുടെ മനസ്സിൽ കോഴിക്കോടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തേടിയെത്തുക ദേശപോഷിണിയാണെന്ന് സിനിമാ നടൻ ബാബു സ്വാമി. ദേശപോഷിണി പബ്ലിക് ലൈബ്രറി കലാസാഹിത്യ സമിതികളുടെ പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ കലാസമിതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കുതിരവട്ടം ദേശപോഷിണി പബ്ലിക് ലൈബ്രറിയുടെ കലാസാഹിത്യ സമിതികളുടെ 2014-17 വർഷത്തെ പ്രവർത്തനോദ്ഘാടനം ലൈബ്രറി പരിസരത്ത് നടന്നു. സിനിമാ നടൻ ബാബു സ്വാമി കലാസമിതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് പ്രദേശങ്ങളിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും ദേശപോഷിണി എന്ന് പറഞ്ഞാൽ അറിയാം. അങ്ങനെയൊരു പ്രാമുഖ്യം ഈ ലൈബ്രറിക്ക് ഉണ്ട്. ഏതൊരാളോടും ദേശപോഷിണി പറഞ്ഞ എന്ന് പറയും. അത്രത്തോളം പ്രചാരം സിദ്ധിച്ചിട്ടുള്ളതായ
ഒരു മഹത്തായ ഒരു സരസ്വതി ക്ഷേത്രമാണ് ദേശപോഷിണി. പോൾ കൊല്ലാനോട് സാഹിത്യ സമിതി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ദിനേശൻ കരിപ്പള്ളി, എ രത്നാകരൻ, ദേശപോഷിണി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എ പി കൃഷ്ണകുമാർ, കലാസമിതി സെക്രട്ടറി ടി ബിജോയ് കുമാർ, സാഹിത്യ സമിതി സെക്രട്ടറി വി ആർ ഗോപകുമാർ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് കരോക്കെ ഗാനമേളയും അരങ്ങേറി. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നടന്നു. വിദ്യാലയങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലും ആഘോഷങ്ങളും മധുരവിതരണവും നടന്നു. ബേപ്പൂർ റോയൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. റോയൽ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് കെ ബാലഗോപാലന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ നടന്നത്. ബേപ്പൂർ ഹൈസ്കൂളിൽ നിന്ന് SLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ശ്രീലക്ഷ്മി, അശ്വതി, സുകന്യ എന്നീ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. തുടർന്ന് റോയൽ സെപ്റ്റ് സെന്റർ നടത്തുന്ന 2014 ഫുട്ബോൾ ബാച്ചിലെ കുട്ടികൾക്ക് ഫുട്ബോൾ കിറ്റുകൾ കോച്ചുമാരായ ടി സുനിൽകുമാർ, നരേന്ദ്രൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. KP ആനന്ദൻ, PP മധു, ക്ലബ് മെമ്പർ അബ്ദുൾ സലീം, 2002-2004 ബാച്ചിലെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ക്ലബ് മെമ്പർമാർ, കോർഡിനേറ്റർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബേപ്പൂർ സമന്വയ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഹരിദാസൻ നമ്പ്യാരുടെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ നടന്നത്. ചടങ്ങിൽ +2 SLC വിജയികളായ കുട്ടികളെ അനുമോദിച്ചു. അനഘ, കാർത്തിക, അഞ്ജിത പാലക്കൽ എന്നിവർക്ക് K രാജീവ്, K ബാബുരാജ്, A കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി MC ശ്രീധരൻ, K സത്യനാഥ്, C കേശവൻ, രാധാവേണു എന്നിവർ സംബന്ധിച്ചു. ബേപ്പൂർ കൽക്കുന്നത്ത് തിളക്കം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. പരിപാടിയുടെ ഭാഗമായി ശുചിത്വം, ആരോഗ്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗം CM പ്രേമരാജൻ ക്ലാസുകൾ എടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് PK മോഹൻദാസ്, സെക്രട്ടറി PV രവീന്ദ്രൻ, K ശ്രീനിവാസൻ, K ശൈലജ, P രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനം വിപുലമായി ആഘോഷിക്കും. ഇതോടനുബന്ധിച്ച് ഓഗസ്റ്റ് 17 മുതൽ 21 വരെ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ച് ഫോട്ടോ പ്രദർശനവും ഓഗസ്റ്റ് 18 തീയതി ടൗൺ ഹാളിൽ പഴയകാല ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ പ്രദർശനവും നടക്കും. 19-ന് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് ടൗൺ ഹാളിൽ ലോക ഫോട്ടോഗ്രാഫി ദിന ഉദ്ഘാടന സമ്മേളനവും നടക്കും. ഫോട്ടോഗ്രാഫി അവാർഡ് ദാനവും മുതിർന്ന ഫോട്ടോഗ്രാഫർമാരെ ആദരിക്കലും ഫോട്ടോഗ്രാഫിയും പൊതുസമൂഹവും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിക്കും. കേരള നദ്വത്തുൽ മുജാഹിദീൻ വിദ്യാർത്ഥി ഘടകമായ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് കോഴിക്കോട് സൗത്ത് ജില്ലാ നേതൃസംഗമം ഓഗസ്റ്റ് 24 ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കോഴിക്കോട് CD ടവർ ഓഡിറ്റോറിയത്തിൽ നടക്കും. നേതൃസംഗമം MK നാഗമൻ MP ഉദ്ഘാടനം ചെയ്യും. A പ്രദീപ് കുമാർ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർ മതപഠന വിദ്യാഭ്യാസം സെപ്റ്റംബർ 21-നും ക്യാമ്പസ് വിദ്യാർത്ഥി സമ്മേളനം ഒക്ടോബർ 11-നും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം 2015 ജനുവരി 11-നും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. ബേപ്പൂർ ശിവക്ഷേത്രത്തിൽ കുട്ടികൾക്കായി മതപഠന ക്ലാസും രാമായണ പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു. KV രാമചന്ദ്രൻ മാസ്റ്റർ മതപഠന ക്ലാസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തി. NV മാധവൻ, KP സുരേന്ദ്രൻ, P തങ്കമണി ഹരിദാസ്, R ദാസൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രശ്നോത്തരിയിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനാഥാലയങ്ങളിൽ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് അനധികൃതമായി വിദേശ ഫണ്ട് വാങ്ങുന്നത് ഗൌരവമായി കാണുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. കുട്ടികളുടെ അവകാശങ്ങൾ ഓർമ്മപ്പെടുത്തി കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കായി ശില്പശാല. ക്ഷീര കർഷക സംഗമത്തിന് കോഴിക്കോട് പാലാഴി തുടക്കമായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.